ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് വളരെ ഇഷ്ടമാവുന്ന തരത്തിലുള്ള എന്നാൽ പറ്റുന്ന പോലെ ഹെൽത്തി ആക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബ്രെഡും ഡയറി മിൽക്കും ഒക്കെ വെച്ചിട്ട് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇപ്പോൾ മുറിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മളതൊരു കട്ടർ വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലെടുക്കാം. ഇനിയിപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു കട്ടറാണ്. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ സ്റ്റേഷനറി കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. അപ്പം ഞാൻ ഇന്ന് ഒരു കട്ടർ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ബ്രെഡ് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്, ഒരു നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബ്രെഡ് വേസ്റ്റ് ആക്കി കളയുവാണല്ലോ എന്നൊരു ചിന്തയൊന്നും വേണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായിട്ട് ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക, എന്നിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ബ്രെഡ് ക്രംസും റെഡിയാണ്. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് ഈ ബ്രെഡിൻ്റെ അരു മാത്രം ഒരു കത്തി വെച്ചിട്ടൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് ആ ഒരു സാധാരണ നമ്മളൊരു ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെയാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ കട്ടർ വേണമെന്നും ഒരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ നല്ല ഒരു സ്റ്റീൽ വക്ക് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൻ്റെ ഒക്കെ വക്ക് എന്നല്ല പറയുക, അരുഭാഗമൊക്കെ നല്ല മൂർച്ചയുള്ള ഒരു ഭാഗം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ ബ്രെഡുകളുടെ ഒക്കെ ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക ഒരു 10 ബ്രെഡിൻ്റെ രീതിയിൽ ഞാനതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ എല്ലാ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇത്രയും ബ്രെഡ്സ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ബാറ്റർ തയ്യാറാക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കാം, ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബാറ്റർ തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് അടിച്ചു കൊടുക്കണം, കാരണം ഇതിനകത്ത് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തരത്തിൽ മുഴുവൻ അടിക്കാതെ കെടുത്ത് കഴിഞ്ഞെന്നാൽ നമ്മുടെ ബ്രെഡിൽ അതാണെങ്കിലും പറ്റിപ്പിടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പാല് വേണം എന്ന് എടുക്കുന്ന ബ്രെഡിനനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയും ഒരു 3 നുള്ള് വരുന്ന പട്ട പൊടിച്ചത്. പട്ട പൊടിക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ഒരു പാത്രത്തിലൊന്ന് വറുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പട്ടയുടെ പൊടിയായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടെ കലക്കി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ഡയറി മിൽക്കിൻ്റെ ഇത്രയും വലിപ്പമുള്ള ഒരു ബാർ ഞാൻ എടുത്തിട്ടുണ്ട്. ഡയറി മിൽക്ക് തന്നെ വേണം എന്നൊരു നിർബന്ധമില്ല, നിങ്ങളുടെ വീട്ടിൽ എന്ത് ചോക്ലേറ്റ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു 3 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വട്ടത്ത് ബ്രെഡിൻ്റെ റൗണ്ടിനകത്ത് വെക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു സ്നാക്ക് മുന്നും ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഇച്ചിരി എണ്ണ കൂടുതലാണ് ഞാൻ വറുത്തെടുത്തത്. അപ്പോൾ എന്നോട് അന്ന് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു എണ്ണ കുറഞ്ഞിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാമെന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു റിക്വസ്റ്റ് പ്രമാണിച്ചാണ് ഞാൻ ഇന്ന് ഇച്ചിരിയും കൂടെ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് അല്പം പാൽ ഇതിൻ്റെ സൈഡുകളിലൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്രഷ് വെച്ചിട്ടോ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഈ ബ്രെഡ് ഇതിൻ്റെ മേലെ നമ്മൾ ഒരു പീസും കൂടെ ബ്രെഡ് വെക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ സാധാരണ ചിലവരൊക്കെ ഇത് മൈദയുടെ ഒരു പൊടി വെച്ചിട്ട് മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് അത് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും നന്നായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാല് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് എടുക്കാൻ പറ്റും. ഇത് ഒട്ടും പോരും അങ്ങനെയൊന്നുമില്ല, നമ്മൾ വറുത്തെടുക്കുന്നത് വരെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് പാലൊക്കെ സൈഡിലൊക്കെ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇത്രയും പീസസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തം 4 8 ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക, പാലിനകത്ത് ആദ്യം ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം മുട്ടയുടെ ആ ഒരു മിക്സിനകത്ത് ഒന്ന് മുക്കിയെടുത്ത് പൊരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂണോളം വരുന്ന ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ബ്രെഡ് എടുക്കുക, പാലിൻ്റെ മിക്സിലൊന്ന് മുക്കി എടുക്കുക, പിന്നെ മുട്ടയുടെ മിക്സിലും ഒന്ന് മുക്കി എടുക്കുക. എന്നിട്ട് ഈ ബട്ടറിൻ്റെ ആ ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണ അല്ലെങ്കിൽ ബട്ടർ എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ ഇനി എണ്ണ ഒത്തിരി വേണ്ട, എണ്ണ ഒത്തിരി ഉപയോഗിക്കുന്നു എന്നുള്ളവർക്ക് ഈ
ഒരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് തോന്നില്ല. ഇതിനകത്തുള്ള മുട്ടയുടെയും ആ ഒരു പാലിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഒന്ന് നമ്മുടെ ഈ ഒരു ബ്രെഡിനൊക്കെ നല്ലൊരു ടെക്സ്ചർ കൊടുക്കും, മാത്രമല്ല കഴിക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കുകയും ചെയ്യും. അപ്പം നമുക്കിനി എല്ലാതും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്ത് ഇതിനൊരു ബ്രൗൺ കളർ വരുമല്ലോ ഒരു ഫ്രഞ്ച് ടോസ്റ്റിന്, ആ ഒരു എന്താ പറയുക ഒരു കളർ കിട്ടുന്നത് വരെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു ബോട്ടിൽ ആർട്ട് വർക്ക് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു 1 മില്യൺ സബ്സ്ക്രൈബർ ആയതിൻ്റെ ഒരു സന്തോഷത്തിന്. അപ്പോൾ അതിൻ്റെ പിക്ചറൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ആ കുട്ടി ബോട്ടിൽ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ആഗൂസ് ആർട്ട് വർക്ക് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു പേര്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. ഒത്തിരി നല്ല ബോട്ടിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ലൊരു പ്രസൻറ്റോ ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പേജൊക്കെ ഒന്ന് പോയി നോക്കുക. നല്ലൊരു ഐഡിയാസൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ഇനി ആ കുക്കിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ നിറമൊക്കെ മാറി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നിറമൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അല്പനേരം കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രഞ്ച് ടോസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് സാധാരണ ഉണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ എത്രത്തോളം സോഫ്റ്റുമാണ്, എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.